നമസ്കാരം സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. പണം സമ്പാദിക്കാൻ നിങ്ങൾ എല്ലാ ദിവസവും 8 മുതൽ 10 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വന്നില്ലെങ്കിലോ? നിങ്ങൾ ഉറങ്ങുകയോ യാത്ര ചെയ്യുകയോ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുകയോ ചെയ്യുമ്പോൾ പണം താനേ വന്നുകൊണ്ടിരുന്നാൽ എങ്ങനെയുണ്ടാവും? ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. ഉറങ്ങുമ്പോഴും പണം സമ്പാദിക്കുന്ന ഒരു യന്ത്രം നിങ്ങൾക്ക് എങ്ങനെ നിർമ്മിക്കാമെന്നുള്ള വഴിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയാണ്. ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നാം എല്ലാവരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. രാവിലെ എഴുന്നേൽക്കുക, ട്രാഫിക്കിൽ കുടുങ്ങി ഓഫീസിലെത്തുക, ദിവസം മുഴുവൻ മേലധികാരിയുടെ ശകാരം കേൾക്കുക, മാസാവസാനം ശമ്പളത്തിനായി കാത്തിരിക്കുക. എന്തിനെന്നാൽ EMI, ബില്ലുകൾ, മറ്റ് ചിലവുകൾ എന്നിവ അടച്ചു തീർക്കാൻ. എന്നാൽ ഇതിനു വേണ്ടിയാണോ നമ്മൾ പഠിച്ചതും സ്വപ്നം കണ്ടതും? ദ 4 Hour വർക്ക് എ വീക്ക് എന്ന പുസ്തകത്തിന്റെ തത്വശാസ്ത്രം ഈ മിഥ്യാധാരണത്തെ തകർക്കുകയും ഒരു പുതിയ വഴി കാണിച്ചു തരികയും ചെയ്യുന്നു. അവിടെ ജോലി നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നില്ല, മറിച്ച് നമ്മുടെ ജീവിതം ജോലിയെ ഭരിക്കുന്നു. ഈ ചിന്തയിൽ നാം നമ്മുടെ ജീവിതത്തെ കൂടുതൽ കാര്യക്ഷമമായി രൂപകൽപ്പന ചെയ്യുന്നു. നമ്മുടെ ഭയങ്ങളെ തിരിച്ചറിഞ്ഞ് ഒരു സ്ഥിരം ജോലി നൽകുന്ന വ്യാജ സുരക്ഷയെ തകർത്ത് നമ്മുടെ അഭിനിവേശത്തെ, പാഷനെ ഒരു ഓട്ടോമാറ്റിക് ബിസിനസ് മോഡലാക്കി മാറ്റുന്നു. അവിടെയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. ഉറങ്ങുമ്പോൾ പണം സമ്പാദിക്കുന്ന കല, അതായത് നിഷ്ക്രിയ വരുമാനം, പാസീവ് ഇൻകത്തിന്റെ ശക്തി. നമ്മൾ ഒരിക്കൽ കഠിനാധ്വാനം ചെയ്യുന്നു, പിന്നീട് ആ കഠിനാധ്വാനം ഓരോ മണിക്കൂറിലും നമുക്കായി പണം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു ഡിജിറ്റൽ ഉൽപ്പന്നമാകാം, ഒരു ഓൺലൈൻ കോഴ്സ് ആകാം, അതല്ലെങ്കിൽ ഓരോ ക്ലിക്കിനും പണം നൽകുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആകാം, ഓരോ കാഴ്ചയിലും പണം നൽകുന്ന ഒരു യൂട്യൂബ് ചാനലോ ഒരിക്കൽ സജ്ജീകരിച്ചാൽ ജീവിതത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും നമുക്കായി വരുമാനം തരുന്ന ആപ്പുകളോ വെബ്സൈറ്റുകളോ ആകാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ ശാരീരിക സാന്നിധ്യം ആവശ്യമില്ല എന്നതാണ്. ശരിയായ സിസ്റ്റം, മികച്ച പ്രവർത്തനം, ദീർഘകാല കാഴ്ചപ്പാട് എന്നിവ മാത്രം മതി. ന്യൂ റിച്ച് ആയിത്തീരുക എന്നതിനർത്ഥം ഇതാണ്. നമ്മൾ നമ്മുടെ സമയം വിലയ്ക്ക് വാങ്ങുന്നു. നമ്മൾ അലാം വെച്ച് ഉണരുന്നില്ല. മറ്റൊരാളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അടിമപ്പണി ചെയ്യുന്നില്ല. പകരം നമ്മുടെ സ്വപ്നങ്ങളെ നാം ദിനചര്യയാക്കുന്നു. ചിലപ്പോൾ കടൽ തീരത്തിരുന്ന് ലാപ്ടോപ്പിൽ ജോലി ചെയ്യുന്നു, ചിലപ്പോൾ മലനിരകളിൽ നിന്ന് ഓൺലൈനിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു. കാരണം ഞങ്ങൾക്ക് യഥാർത്ഥ സമ്പത്ത് എന്നാൽ സമയത്തിന്റെ സ്വാതന്ത്ര്യം, സ്ഥലത്തിന്റെ സ്വാതന്ത്ര്യം, എല്ലാത്തിനും ഉപരി ചിന്തയുടെ സ്വാതന്ത്ര്യം എന്നിവയാണ്. എങ്ങനെ തുടങ്ങാം? ഇനി ചോദ്യം ഇതാണ്: എവിടെ നിന്ന് തുടങ്ങണം? വലിയ നിക്ഷേപം ആവശ്യമുണ്ടോ? സാങ്കേതിക പരിജ്ഞാനം വേണോ? ഉത്തരമില്ല എന്നാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്: അഭിനിവേശം, പാഷനും മികച്ച ആസൂത്രണവും, നല്ലൊരു പ്ലാനിങ്ങും. നിങ്ങൾക്ക് നന്നായി സംസാരിക്കാനോ എഴുതാനോ പഠിപ്പിക്കാനോ കഴിയുമെങ്കിൽ ആ കഴിവിനെ ഒരു ഡിജിറ്റൽ ഉൽപ്പന്നമാക്കി മാറ്റാം. ഒരു ഇ-ബുക്ക് എഴുതാം, ഒരു വീഡിയോ കോഴ്സ് തയ്യാറാക്കാം. നിങ്ങൾ ഉറങ്ങുമ്പോഴും ആളുകൾ അത് വാങ്ങിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ വഴി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. മറ്റുള്ളവരുടെ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും ഓരോ വിൽപ്പനയിലും കമ്മീഷൻ നേടുകയും ചെയ്യുക. ആരോഗ്യം, സാമ്പത്തികം, യാത്ര തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു ബ്ലോഗോ യൂട്യൂബ് ചാനലോ തുടങ്ങി നിങ്ങളുടെ ലിങ്ക് വഴി ആളുകളെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പണം ലഭിക്കും. മൂന്നാമത്തെ വഴി പരസ്യ വരുമാനമാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഗുണമേന്മയുള്ള ഉള്ളടക്കം, കണ്ടന്റ് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോകളിൽ വരുന്ന പരസ്യങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കും. നിങ്ങൾ ഒരിക്കൽ നിർമ്മിച്ച വീഡിയോ വർഷങ്ങളോളം നിങ്ങൾക്കായി പണം സമ്പാദിച്ചു തരും. ഇവ കൂടാതെ പ്രിന്റ് ഓൺ ഡിമാൻഡ് പോലുള്ള ബിസിനസ് മോഡലുകളും പരീക്ഷിക്കാം. നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ അറിയാമെങ്കിൽ വെബ്സൈറ്റുകൾ അഥവാ ടീഷർട്ടുകളിലോ മറ്റോ പ്രിന്റ് ചെയ്ത് വിൽക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടത് ഒരു ആശയം മാത്രം. കുറഞ്ഞ നിക്ഷേപത്തിലൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ നിക്ഷേപത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എന്നിവയിലൂടെയും നിങ്ങൾക്ക് നിഷ്ക്രിയ വരുമാനം നേടാം. ഇനി പറയുന്നത് സജീവ വരുമാനവും നിഷ്ക്രിയ വരുമാനവും ഇവയെ പറ്റിയാണ്. സജീവ വരുമാനം എന്നാൽ ആക്റ്റീവ് ഇൻകം, നിഷ്ക്രിയ വരുമാനം എന്നാൽ പാസീവ് ഇൻകം. നിങ്ങൾ ഒരു ജോലിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ സാന്നിധ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഓഫീസിൽ പോകുമ്പോൾ ശമ്പളം ലഭിക്കുന്നു. എന്നാൽ നിഷ്ക്രിയ വരുമാനം അങ്ങനെയല്ല. അത് നിങ്ങളുടെ സമയവുമായിട്ടല്ല, നിങ്ങൾ നിർമ്മിച്ച സിസ്റ്റവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള താക്കോൽ. ഇത് എളുപ്പമാണോ? അല്ല. പക്ഷേ ഇത് സാധ്യമാണോ? തീർച്ചയായും. തുടക്കത്തിൽ കഠിനാധ്വാനം ആവശ്യമാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ നടുന്ന വിത്ത് നാളെ മരമായി നിങ്ങൾക്ക് തണലും ഫലവും നൽകും. ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കാം: നിങ്ങൾ വെള്ളം കോരിക്കൊണ്ടുവന്ന് ദാഹം മാറ്റുന്നത് സജീവ വരുമാനം, ആക്റ്റീവ് ഇൻകം പോലെയാണ്. എന്നാൽ നിങ്ങൾ ഒരിക്കൽ കഷ്ടപ്പെട്ടൊരു നീരുറവ നിർമ്മിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വെള്ളം തന്നുകൊണ്ടിരിക്കും. അതാണ് നിഷ്ക്രിയ വരുമാനം, പാസീവ് ഇൻകം. അടുത്ത ചാപ്റ്ററിൽ ഒന്നിലധികം വരുമാന മാർഗങ്ങളെ പറ്റി പറയുന്നു. വിജയിച്ച ഓരോ വ്യക്തിക്കും ഒന്നിലധികം വരുമാന സ്രോതസ്സുകളുണ്ട്.
നിങ്ങളും ഒന്നിൽ നിന്ന് തുടങ്ങുക. പതുക്കെ അത് വികസിപ്പിച്ച് മറ്റുള്ളവയും ചേർക്കുക. ഓരോ വരുമാന സ്രോതസ്സും ഒരു വിത്ത് പോലെയാണ്. ക്ഷമയോടെയും ശ്രദ്ധയോടെയും പരിപാലിച്ചാൽ അതൊരു നാൾ വലിയൊരു വൃക്ഷമായി മാറും. ഇനി ഉറങ്ങുമ്പോഴും പണം സമ്പാദിക്കാൻ കഴിയുന്ന ചില വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ. ഒരു ഇ-ബുക്ക് എഴുതുക, ഒരു കോഴ്സ് ഉണ്ടാക്കുക, ഒരിക്കൽ നിർമ്മിച്ച് ആവർത്തിച്ച് വിൽക്കുക. 2. യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ്. നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. പ്രേക്ഷകർ വർദ്ധിക്കുമ്പോൾ പരസ്യ വരുമാനം, സ്പോൺസർഷിപ്പുകൾ എന്നിവയിലൂടെ സ്ഥിരമായ വരുമാനം ലഭിക്കും. 3. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കമ്മീഷൻ നേടുക. 4. സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടുകളും. വിവേകത്തോടെ നിക്ഷേപിച്ചാൽ കൂട്ടുപലിശയുടെ ഡിവിഡൻഡുകളുടെയും ശക്തിയിൽ നിങ്ങളുടെ സമ്പത്ത് അതിവേഗം വളരും. 5. വാടക വരുമാനം. നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടം വാടകയ്ക്ക് നൽകുന്നതിലൂടെ എല്ലാ മാസവും സ്ഥിര വരുമാനം നേടാം. 6. മൊബൈൽ ആപ്പുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ. ഒരു നല്ല ആശയമുണ്ടെങ്കിൽ ഒരു ഡെവലപ്പറെ കൊണ്ട് ആപ്പോ വെബ്സൈറ്റോ നിർമ്മിച്ച് പരസ്യം വഴിയോ സബ്സ്ക്രിപ്ഷൻ വഴിയോ പണം സമ്പാദിക്കാം. അവസാനം, വിജയം കർമ്മനിരതമായിട്ടുള്ള ആളുകൾക്കാണ്. പ്രവർത്തിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവടായി ഇതിനെ കാണുക. ഏത് നിഷ്ക്രിയ വരുമാനമാണ് നിങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കാൻ പോകുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള വഴികൾ ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവരുന്നതായിരിക്കും. നന്ദി.